കഴിഞ്ഞ നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന ദിവസം അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഫൈസലിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ കലോത്സവം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് കാലിന് പരിക്കേറ്റി ആശുപത്രിയിൽ കിടക്കുകയാണ് ഫൈസൽ എന്ന് പറഞ്ഞ്. എന്നാൽ ആ ഫൈസൽ ആശുപത്രി വിട്ടു. പെരുമാവൂർ സ്വദേശിയായിട്ടുള്ള ഫൈസൽ കാലിൽ പെരുവിരൽ മുറിച്ച് മാറ്റേണ്ടി വന്നു. പക്ഷേ ഇനിയും കളിക്കളത്തിലേക്കും മൈതാനത്തിലേക്കും വേദികളിലേക്കും എല്ലാം എത്തണമെന്നുള്ളതാണ് ഫൈസലിൻ്റെ ഒരു സ്വപ്നം തന്നെ. ആ ഫൈസലിനെ കാണാൻ വേണ്ടിയിട്ട് CPM-ൻ്റെ നേതാവ് കൂടിയായ P. ജയരാജൻ ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് കലോത്സവം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ട്രെയിൻ അപകടത്തിൽ മുഹമ്മദ് ഫൈസലിൻ്റെ കാലിന് പരിക്ക് പറ്റിയത്. പക്ഷേ ഇതായിപ്പോൾ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഫൈസൽ നിൽക്കാണ്. ഇപ്പം എന്ത് തോന്നുന്നു? അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ആദ്യം വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. കാറിലെ വിരലൊക്കെ പോയതിൽ പിന്നെ ഡോക്ടർമാരൊക്കെ മോട്ടിവേഷൻ തന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഭയങ്കര സന്തോഷത്തിൽ വരുമ്പോഴായിരുന്നു അല്ലേ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായത്? A ഗ്രേഡൊക്കെ കിട്ടി. അതിൻ്റെ ഒരു ഇതിൽ നിന്നായിരുന്നു സമയത്ത്. ഇപ്പം ഡോക്ടർമാരും ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ ഒരു ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. ടീച്ചർമാർക്ക് എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം എന്താ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ എന്താ പറഞ്ഞത്? എത്ര ദിവസം റെസ്റ്റ് വേണം എന്തൊക്കെ പറഞ്ഞു? അത് 2 ആഴ്ച വീട്ടിൽ പോയിട്ട് ആഴ്ചയിലെ ദിവസം 2 ദിവസം വരുമ്പോൾ ഡ്രസ്സ് ചെയ്ത് പോകണം. എന്നിട്ട് പിന്നെ വന്ന് അടുത്ത സർജറിക്ക് വേണ്ടിയിട്ട്. മുഹമ്മദ് ഫൈസലിൻ്റെ കാലിലെ 2 വിരലുകൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. ഇന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാം. കുറച്ച് ദിവസം റെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വന്നൊരു ചെറിയ സർജറി കൂടിയുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്താൽ വീണ്ടും സ്കൂളിലേക്ക് പോകാം, പഠിക്കാം. അതൊക്കെയാണ് പറഞ്ഞത്. ഒരു ഫുട്ബോൾ പ്ലെയർ ആണല്ലേ? കളിച്ചുകൊണ്ടൊക്കെ ഇതായിട്ടിരുന്നായിരുന്നു. സെലക്ഷനൊക്കെ പോയി അതിൻ്റെ ട്രയൽസ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നോക്കി കയറണം. ആണപ്പോൾ ഇങ്ങനെ പറ്റിയത്. സാറല്ല കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും നമുക്ക് മൈതാനത്ത് ഇറങ്ങാം. ഏതാ ഇഷ്ടമുള്ള ടീം? ഏതാ? അർജന്റീന. അപ്പോൾ മെസ്സി 2025 വരുന്നുണ്ട്. കാണാൻ തയ്യാറെടുത്ത് നിൽക്കുവാണ്. കാണാൻ പോകണം. പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. എന്താ പഴയ പോലെ ഓടാനും ചാടാനും എല്ലാം പറ്റും, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ടെൻഷൻ ഉണ്ടായി. ഭയങ്കര കരച്ചിലും വിഷമമൊക്കെ ആയിരുന്നു. ഒരു വിരൽ പോയായിരുന്നല്ലോ, ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ശരിയായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ഇപ്പം തന്നെ മുഖത്ത് ഭയങ്കര ആത്മവിശ്വാസം. അതെ അതെ, ഡോക്ടർമാരും ടീച്ചേഴ്സും എല്ലാവരും ഒപ്പം നിന്നു, കുഴപ്പമില്ല. ഫൈസലിൻ്റെ സ്കൂളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. 10ാം ക്ലാസ് പരീക്ഷ എഴുതാനുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാമെന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ P. ജയരാജൻ സാർ വിളിച്ചിരുന്നു. മിനിസ്റ്റർ ശിവൻകുട്ടി സാറായിട്ട് സംസാരിച്ച് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഭംഗിയായി ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നേരത്തെ P. ജയരാജനാണ് ഈ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെത്തി ഫൈസലിന് ആശംസകളൊക്കെ നേർന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം 25 വർഷം മുമ്പ് ഇതേ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫൈസൽ ഈ ആശുപത്രി വിടുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ഓടിയെത്തുകയും ഫൈസലിന് ആശംസകളൊക്കെ നേരുകയും ചെയ്തത്. ഇവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി ടെൻഷനൊന്നും വേണ്ട, ഇത്രയും ആളുകളുണ്ടല്ലോ കൂടെ. അപ്പോൾ ഇതാണ് ഫൈസൽ എന്തായാലും ഇന്ന് ആശുപത്രി വിടുന്നു. ഇനി തുടർ ചികിത്സയ്ക്കായി ഇവിടെ ആശുപത്രിയിലേക്ക് എത്തും. സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലാണ് എല്ലാ ചികിത്സകളും ഒക്കെ പൂർത്തിയായത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.